വെച്ച് കൊടുത്ത അട ഇലയിൽ നിന്നതാ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ ക്യാരറ്റ് അട അവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ, സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ അടയെല്ലാം എന്താ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇലയിൽ നിന്ന് ഇതാ വിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ മാവ്. അപ്പോൾ നമുക്കിത് ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് അട അവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഇങ്ങനെ ജാഗറി പൗഡർ ഇട്ടിട്ടും ഉണ്ടാക്കാം. അതും അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ, ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ, അതുപോലെ സ്വീറ്റ് ഇല്ലാത്തവർക്ക് ജാഗറി പൗഡർ ഒഴിവാക്കിയിട്ട് വെറും കോക്കനട്ട് ഫില്ലിംഗ് മാത്രം വെച്ച് കൊടുത്തിട്ടും ഇതേപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ള അടയെല്ലാം ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും ഗോതമ്പ് പൊടി, വീറ്റ് ഫ്ലോറും ക്യാരറ്റും റൈസ് ഫ്ലോറും കൊണ്ടുള്ള അടയാണിത്. അപ്പോൾ നമുക്കിതിനി കഴിച്ച് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ അട. കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. നമ്മളിതാ അതിൽ കുറച്ച് ഫില്ലിങ് എടുത്തു. നമ്മളിതാ കഴിച്ച് നോക്കാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ നമ്മുടെ അട. ക്യാരറ്റും ഗോതമ്പ് പൊടിയും വീറ്റ് ഫ്ലോറും കൊണ്ടുള്ള അടയാണ്. നിങ്ങൾക്ക് റൈസ് ഫ്ലോർ ഒഴിവാക്കിയിട്ട് ഗോതമ്പ് പൊടി മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാ നമ്മുടെ ഗോതമ്പ് അടയാണ്, ഗോതമ്പും ക്യാരറ്റും റൈസ് ഫ്ലോറും കൊണ്ടുള്ള അടയാണ് കേട്ടോ, സ്വീറ്റ് അട. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ കോക്കനട്ടും റൈസ് ഫ്ലേക്സ്, അതായത് വെള്ള അവിലും, എൻ്റെ കയ്യിൽ കുറച്ച് മലരും ഉണ്ടായിരുന്നു, അതും പിന്നെ കാർഡമം പൗഡർ, ജാഗറി പൗഡർ, തേങ്ങ ചിരകിയത്, കാഷ്യൂ നട്ട്, ഗീ എല്ലാം ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫില്ലിംഗ് ആയി കൊടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ അട. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളത് കളർ കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ചൂടോട് കൂടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ചുക്ക് പൊടിയും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഇനി നല്ല ടേസ്റ്റ് കൂടും. നല്ല സ്റ്റീംഡ് ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്നാക്കാണിത്. ക്യാരറ്റും ഗോതമ്പ് പൊടിയും അരിപ്പൊടി അതുപോലെ നെയ്യ് എല്ലാം കൂടെ ചേർത്തിട്ട് മാവ് റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിരിക്കുന്നത് കോക്കനട്ടും റൈസ് ഫ്ലേക്സ്, അതായത് വെള്ള അവിലായാലും മട്ട അവിലായാലും ചുവന്ന അവിൽ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ജാഗരി പൗഡർ, ശർക്കര പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾ ശർക്കര പാവ് കഴിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ ഏലക്കപ്പൊടിയും കാഷ്യൂ നട്ടും എല്ലാമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
നിങ്ങൾ ഇതിൽ സ്വീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ജാഗറി ഒഴിവാക്കിയിട്ട് ജാഗറി പൗഡർ ഒഴിവാക്കിയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് വെറും കോക്കനട്ട് മാത്രം ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. കോക്കനട്ടും കാർഡമം പൗഡർ ഏലക്ക പൗഡർ മാത്രം ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ഈ ബാറ്ററിന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ നമ്മുടെ സോൾട്ട് അടയും ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഡയബറ്റിക് പേഷ്യൻസിന് ഷുഗർ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ സ്വീറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ വെറും കോക്കനട്ട് മാത്രം ഫില്ലിംഗ് ആയി വെച്ച് കൊടുത്താൽ നമ്മുടെ സോൾട്ട് അടയും റെഡി ആയിട്ടുണ്ടാവും. അതേപോലെ ഇതേപോലെ ജാഗറി പൗഡർ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ള സ്വീറ്റ് അടയും ആവിയിൽ വേവിച്ച് നിൽക്കുന്ന സ്വീറ്റ് അടയും ഇതവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരെയും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വീണ്ടും ഞാനൊരു കിടലൻ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത റെസിപ്പി ഞാൻ നോക്കട്ടെ. ന്യൂട്ടെല്ല, ഹോം മെയ്ഡ് ന്യൂട്ടെല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ന്യൂട്ടെല്ല. ബ്രെഡിലൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ന്യൂട്ടെല്ല കുട്ടികൾ മുതൽ ഒരു മുതിർന്നവർക്ക് വരെ ഇഷ്ടമുള്ള ഒന്നാണ് ന്യൂട്ടെല്ല. ഇപ്പം ഞാനത് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാനായി ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.